ശ്രീപത്മനാഭ രക്ഷിക്കണേ. ശുക്ലാംബരധരം വിഷ്ണു ശശിവർണം ചതുർഭുജം പ്രസന്നവദനം ധ്യായേത് സർവവിഘ്നോപശാന്തയേ ശാന്താകാരം ഭുജഗശയനം പദ്മനാഭം സുരേശം വിശ്വാധാരം ഗഗനസദൃശം അമ്മേ, ക്ഷേത്രത്തിലേക്കാ. ശ്രീപത്മനാഭ ബാബു അല്ലേ? താൻ ഇന്നലെ രാത്രി മഹിയുടെ കൂടെ വന്നതാ. അവനോട് അലാറം നിർത്തിയിട്ട് തിരിഞ്ഞിടന്നുറങ്ങാതെ ക്ഷേത്രത്തിലേക്ക് വരാൻ പറയൂ. ഇയാൾക്ക് വട്ടാണ്. നല്ല ഒന്നാം തരം ബെൻസ് കാർ ഷെഡിലിട്ടിട്ട് കുതിര വണ്ടി കയറി പോകുന്നു. ശരിയാ, അച്ഛൻ തമ്പുരാൻ ലേശം വട്ടുണ്ട്. നിന്റെ അപ്പനാടാ വട്ട്. ആ പോയത് ആരാണെന്നറിയോ? വലിയ തമ്പുരാൻ, ദ ഹൈനസ്, എന്റെ ഫാദർ. ബുദ്ധിരാക്ഷസനാ, മനസ്സിലായോ? അപ്പോ നീ പറഞ്ഞതോ വട്ടാ? എനിക്ക് പറയാം. എന്റെ അച്ഛനാ. പിള്ള ചവിട്ടിയാ തള്ളകി കേടില്ല. ആ, എളുപ്പം ക്ഷേത്രത്തിലേക്ക് ചെല്ലാൻ നിന്നോട് പറഞ്ഞു. ഞാൻ കുളിച്ചിട്ട് ഇപ്പൊ വരാം. വാ. സുഖാണോ? ഞാൻ എന്നും ഓർക്കും. അയ്യോ, അതുകൊണ്ട് എന്താ കാര്യം? അതിന് കൊച്ചമ്പരാൻ ഇങ്ങോട്ടൊന്നും വരാറില്ലല്ലോ. പട്ടണത്തിലെല്ലാം കിട്ടുമായിരിക്കും. പിന്നെ എല്ലാം നല്ലതിനുണ്ടോ? ഇല്ല. വെളിച്ചെണ്ണേ? എന്തിനാ ഈ കൊരങ്ങിനും വിളിച്ചോണ്ട് വന്നേ? ഞാൻ പിന്നെ വരാം. ഒരു വെളിച്ചെണ്ണ ചോദിക്കാൻ പാല്. അമ്മേ, ഞാൻ ഒരു 2 ദിവസം കഴിഞ്ഞേ വരും. ശരി. എടാ, തന്തയെന്ന് പറയുന്ന ഒരുത്തനോട് നിപ്പുണ്ട്. ആ, ഞാൻ പോവാ. ജയോ, വിപ്ലവം ഇപ്പൊ പഴയ പോലെ തോക്കിൻ കുഴലിലൂടെ ഒന്നും വരുന്നില്ല അല്ലയോ? കുഴൽ അടഞ്ഞു പോയോ? അടഞ്ഞ കുഴല് ഞങ്ങൾ തുറന്നോളാം. ആ, തുറക്കും. ഇവനെയൊക്കെ പഠിപ്പിക്കാൻ വിട്ട എന്നെ തൊഴിക്കണം. അവൻ ഗിരിവർഗക്കാരെ ഉത്തരിക്കാൻ നടക്കുക. വീട്ടിൽ കഞ്ഞി വെച്ചോ ഇല്ലൊന്നും അവനറിയണ്ട. ജയൻ സിറ്റിയിലേക്കായിരിക്കും. അതെ, നിങ്ങൾ എന്താ ഇവിടെ? ഒന്നും പറയണ്ട, കോവിലകം തോട്ടത്തിലെ പ്രശ്നം. ആ, അത് ഇതുവരെ തീർന്നില്ലേ? എവിടെ തീരാൻ? തമ്പുരാൻ അമ്പിനും വില്ലിനും അടുക്കില്ല. കൂലി കൂടുതൽ ചോദിച്ചാൽ അങ്ങയുടെ മുഖം മാറും.
എന്നാ തൊഴിലാളികളൊന്ന് ഉറച്ചു നിന്നാ മതിയായിരുന്നു. അതുമില്ലല്ലോ. അന്നദാതാവായ പൊന്നുതിരുമേനിയാണെന്നാ അവര് പറയുന്നത്. എന്ത് ചെയ്യാം? അല്ല ജയ, നമ്മുടെ പ്രത്യേക ശാസ്ത്രം ഒന്ന്, പ്രവർത്തന രീതി ഒന്ന്, പ്രവർത്തന മണ്ഡലം ഒന്ന്. എന്തിനാണ് പാർട്ടിയിൽ നിന്ന് മാറി നിൽക്കുന്നത്? ഇലക്ഷൻ അടുത്തു, നമുക്ക് ഒരുമിച്ച് പ്രവർത്തിക്കണം. ആ അതെല്ലാം നമുക്ക് പിന്നീട് സംസാരിക്കാം. ഞാൻ വരട്ടെ. ശരി. ആ എന്താ ഉഷേ, സുഖം തന്നെയല്ലേ? നല്ല ഒന്നാന്തരം കോലോത്ത് ഇതുപോലൊരു അസുരവിത്ത് വന്ന് പറഞ്ഞല്ലോ ഭഗവാനെ. എന്താ ഭാവം? തമ്പുരാനെ, സമരം തുടങ്ങിയിട്ട് മാസം 2 ആയി. ഞങ്ങൾക്ക് ഇന്ന് 2-ലൊന്ന് അറിയണം. 2-ലൊന്നും അറിഞ്ഞില്ലെങ്കിൽ താൻ എന്നെ തല്ലുമോ? ഒരു നയാ പൈസ ഞാൻ കൂട്ടിത്തരില്ല. എന്താ നിങ്ങളുടെ ഭാവം? തല്ലണോ? തല്ലിക്കോളൂ. ഖരാബ് ചെയ്യണോ? ചെയ്തോളൂ. 2-ലൊന്നും അറിയണം അത്രേ. തമ്പുരാക്കന്മാരെ വഴിയിൽ തടഞ്ഞു നിർത്താൻ മാത്രം നീയൊക്കെ ആയോ? അത്രയ്ക്ക് ആയോന്ന്? എന്താ നിക്കണേ? എന്താ നിക്കണേ? പോയിക്കോളൂ, പോയിക്കോളൂ. നമുക്ക് ഇനിയും കാണാം. ഏയ്, എടുത്തോളൂ. ഇവനൊക്കെ എന്തിനാ എന്നും ഇവിടെ തൊഴാൻ വരുന്നത്? നിക്കണ്ട, കഴിച്ചോളാം. എന്താ വക്കീലേ, മുഖ്യമന്ത്രിയെ കണ്ടോ? ഓ, എല്ലാം സംസാരിച്ചോ? വിശദമായിട്ട് സംസാരിച്ചു. ആ രാജശേഖരനാണ് എല്ലാം തരാക്കി തന്നത്. ഓഹോ, അവനിപ്പോ വലിയ അബ്കാരി കോൺട്രാക്ടറാണല്ലോ. വക്കീലേ, തനിക്ക് ഓർമ്മയുണ്ടോ അവന്റെ അച്ഛൻ? ഹൈ, എന്താ കൊശവന്റെ പേര്? ആ, കണ്ടൻ. അവനിവിടത്തെ തണ്ടാനായിരുന്നു. ഓഹോ, ഓർമ്മയുണ്ടോ എനിക്ക്? ഉണ്ടേ. അതുപോരാ, നോം ഇപ്പോഴും അത് ഓർക്കുന്നുണ്ടെന്ന് ആ രാജശേഖരൻ അറിയുകയും വേണം. പണത്തിന്റെ ഹുങ്ങുമൂത്ത് തലയിൽ കയറുന്നല്ലോ. ഒരു ചെറിയ കൊട്ട്, അത് വേണ്ടപ്പം മാത്രം. ഇന്ന് എപ്പോഴെങ്കിലും എല്ലാവരും കൂടി ഇവിടെ എത്തും. വിവരം പരമ രഹസ്യമായിരിക്കണം എന്നാ പറഞ്ഞിരിക്കുന്നത്. നാം ഒന്ന് കാണണമെന്ന് പറഞ്ഞപ്പോ അവൻ ഇങ്ങോട്ട് വരാമെന്ന് പറഞ്ഞല്ലോ. കൊള്ളാം. അവന് രാജഭക്തി തീരെ അങ്ങനെ പോയിട്ടില്ല എന്നർത്ഥം. അടിയനും അത് തന്നെയാ തോന്നുന്നത്. താൻ പോണോ കൊശവൻ വക്കീലെ? മുഖ്യൻ കള്ളനാ, അതുകൊണ്ടാ നോം വിളിക്കുമ്പോഴേ ഓടി വരുന്നത്. ആ, നമ്മുടെ കിരീടമല്ലേ പോയിട്ടുള്ളൂ, പ്രതാപം പോയിട്ടില്ലല്ലോ. നാമാണോ അവനാണോ മുന്തിയ കള്ളനെന്ന് ഇന്നറിയാം. ആ, എന്തൊക്കെയുണ്ട് വക്കീലെ? കേസുകളൊക്കെ മുറക്കി തോക്കുന്നുണ്ടല്ലോ, ഇല്ലേ? കൊണ്ടേ ഇല്ല, അങ്കക്കലി കൊണ്ട് നിൽക്കും. വീണതല്ല, സാഷ്ടാംഗം പ്രണമിച്ചതാ. ഇനി പയറ്റ് തുടങ്ങാം. നീ വരൂ. എന്റെ അമ്മജി. നീ വന്നത് നന്നായി, അല്ലെങ്കിൽ ഞാൻ ഇവന്റെ തല പോയി തന്നെ അങ്കക്കലി കൊണ്ടുപോയി. മിടുക്കൻ, നന്നായി പയറ്റുന്നുണ്ടല്ലോ. അത് പിന്നെ എന്റെ ശിഷ്യനല്ലേ. ചുമ്മാ ഇരിടെ. എവിടെ പഠിച്ചത്? തുളുനാട്ടില്. ഇവിടെ വന്നിട്ട് 2 ദിവസമായുള്ളൂ. ആ, അത് പറ. അതല്ലേ എന്റെ പൊന്നനിയ, സ്നേഹം കൊണ്ട് പറയാ.
അധിക ദിവസം ഇവിടെ നിൽക്കരുത്. ഇപ്പൊ അനിയൻ നന്നായി പയറ്റുന്നുണ്ടല്ലോ, അതൊക്കെ പോവും, നാശമാവും. അല്ലെങ്കിൽ ഒരു കാര്യം ചെയ്യും, പോണതിന് മുമ്പ് 5-6 നല്ല ചോട് അമ്മാവനെ പഠിപ്പിച്ചിട്ടോ. ഒന്ന് പഠിക്കേ, ബുദ്ധിമുട്ടില്ല, വളരെ എളുപ്പമാ. ആ, ഞാൻ പോട്ടെ. ശരി. ആ. തുളുനാട്ടിൽ നിന്നും കള്ളപ്പയറ്റ് പഠിച്ചിട്ട് വന്ന കള്ളപ്പെടുവാ, ഇന്ന് ഇറങ്ങിക്കോണം. ഈ അങ്കത്തട്ടിന്ന്, ഈ കൊട്ടാര വളപ്പിന്ന്, ഈ ടെറിട്ടറിന്ന്. എന്റെ അമ്മക്ക് ഞാൻ കാരണം ജയം വൈകിയോ? ഇല്ല. വരുന്ന തെരഞ്ഞെടുപ്പിന് നിങ്ങളുടെ പാർട്ടി മത്സരിക്കുന്നുണ്ടോ? ഞങ്ങളുടെ ഒരു രാഷ്ട്രീയ പാർട്ടിയൊന്നും ആയിട്ടില്ല. ഒരു തരത്തിൽ പറഞ്ഞാൽ ഒരു സോഷ്യൽ ഓർഗനൈസേഷൻ. പൗരബോധം പഠിപ്പിക്കുക, അതാണ് ആദ്യത്തെ സ്റ്റെപ്പ്. ഞങ്ങൾ ഇലക്ഷന് നിന്നാൽ കുറഞ്ഞപക്ഷം ഗിരിവർഗ കോളനികളിലെങ്കിലും ഭൂരിപക്ഷം കിട്ടും. സ്വന്തം അവകാശങ്ങൾ എന്താണെന്ന് അറിഞ്ഞൂടാത്ത ഒരു സമൂഹത്തോട് വോട്ട് ചോദിക്കുക. ഇറ്റ്സ് എ സോഷ്യൽ ചീറ്റിംഗ്. നമുക്ക് കൂടുതൽ അറിവും വിവേകവും ഉണ്ടാകുമ്പോൾ നല്ല ഭരണം താനേ വന്നോളും. അതിന് വിപ്ലവത്തിന്റെ ഒന്നും ആവശ്യമില്ല. അതാണ് പുതിയ തിയറി. ആരുടെ തിയറി? എന്റെ അല്ല, സായിപ്പിന്റെ. ഒന്നാലോചിച്ചാൽ നാണക്കേടാ. നമ്മുടെ കാട്ടിയാദിക്കാരെ നന്നാക്കാൻ ഫോറിൻ പ്രത്യേക ശാസ്ത്രം. എന്നെ വിളിക്കുന്നില്ലേ? വിളിക്കാം, സമയമാവട്ടെ. ഒരു സ്കൂളും വെൽഫെയർ സെന്ററും ഒക്കെ തുടങ്ങണമെന്നുണ്ട്. ഫൈനാൻസ് ആണ് പ്രധാന പ്രശ്നം. ഇത് ഞങ്ങളുടെ ഒരു പ്രവർത്തകനാണ്, രാജു. വീട്ടിൽ പോയിരുന്നു അല്ലേ? ആ, അവിടുന്ന് രാവിലെ ഇറങ്ങിയെന്ന് പറഞ്ഞു. ഇടയ്ക്ക് ഞാനൊന്ന് കറങ്ങി. അത് മനസ്സിലായി. ഇത് ലക്ഷ്മി. ഹലോ. ഹലോ. ഞാൻ പോട്ടെ. വരട്ടെ. ഹലോ ലക്ഷ്മി. മഹി എന്ന് വന്നു? ഇന്നലെ. ഇതെന്റെ ഫ്രണ്ടാണ് ബാബു. ആ. ഇത് ലക്ഷ്മി. ഞങ്ങള് ക്ലാസ്മേറ്റ്സ് ആണ്. അതായത് ആദ്യം ഞാൻ സീനിയർ, ലക്ഷ്മി എന്റെ ജൂനിയർ. ഞങ്ങൾ ഒരു ക്ലാസ്സില്. പിന്നെ ലക്ഷ്മി എന്റെ സീനിയർ. ഒരു സൂപ്രണ്ട് ആവശ്യം ഞാൻ ഇറക്കാം. വേണ്ട, ഇപ്പൊ ബസ് വരും. അയ്യോ, അതിലും എത്ര സുഖം ഇത്. കേറുന്നേ. ഒരു കൂട്ടുകാരി വരാനുണ്ട്. മഹി BA ജയിച്ചോ? ഇല്ല, പഠിച്ചോണ്ടിരിക്കുക. കറസ്പോണ്ടൻസ് കോഴ്സ് അല്ലേ? ഏതാ യൂണിവേഴ്സിറ്റി? ബറോഡ യൂണിവേഴ്സിറ്റി. അതിനാ സിറ്റി താമസിക്കുന്നേ. അതെ, പോട്ടെ. ആ. മാനം പോയല്ലോടാ. അവൾ എന്നെ കളിയാക്കാൻ തന്നെ ചോദിച്ചാ അല്ലടാ? അതെ അതെ. അല്ലല്ലയാ, എന്താ നിന്റെ ഡയലോഗിൽ ഒരു സോഫ്റ്റ് കോർണർ, ഒരു ശൃംഗാരം? പ്രേമം. അവക്കോ? അല്ല, എനിക്ക്. അപ്പൊ അവളോ? അവള് പ്രേമിക്കും, ഇല്ലെങ്കിൽ പ്രേമിപ്പിക്കും. എവിടെ? അടിച്ചും നിന്നായിരുന്നു ആ ഒറ്റ.